അടിപൊളിയായിട്ടുള്ള മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട്, അത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ ഈ ഒരു റെഡ് കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ്. ബ്ലാക്കും റെഡും എപ്പോഴും ഭയങ്കര, ബ്ലാക്കും മെറൂൺ നമുക്ക് ഏറ്റവും ഇഷ്ടം, എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. അതുപോലെ തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആണ്. പോലെ ഫുള്ളി പ്ലീറ്റ്സ് എല്ലാം ചെയ്തിട്ട് ഫുൾ ഓൾ ഓവർ ചെറിയ പ്ലീറ്റ്സിലിട്ട് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ്. എന്താ പറയുക, പിന്നെ നമ്മളിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ പോർഷനിലോട്ട്, ഈ സ്ലീവിൻ്റെ എൻഡിലോട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. നെക്കിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് ജോർജറ്റ് ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. എന്നിട്ടൊരു പൈപ്പിംഗ് വെച്ചിട്ട് അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സെപ്പറേഷൻ ആയിട്ടൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് വിതൗട്ട് ലൈനിങ് ഒരു 48-49 ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആ ഡിസൈൻ നിങ്ങൾക്ക് ഈ ഒരു പ്ലീറ്റ്സ്, ഈ ഒരു ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടത് കൊണ്ടാണ് ആ ഡിസൈൻ അത്ര കാണാത്തത്. ഇതിനകത്തോട്ട് കണ്ടോ ചെറിയ ത്രെഡ് വർക്ക് ആണ് ഇതിനകത്തോട്ട് ഒരു റെഡിഷ് മെറൂൺ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ലെങ്ത് ഫ്രോക്ക് ഇതിന് താഴെ നമുക്ക് ബോട്ടം വേറെ ഇടണമെന്നില്ല, കാരണം അത്യാവശ്യം ഒരു 49 ലെങ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 48-49 ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. ബാക്കും സെയിം ഈ ഒരു ഫാബ്രിക് തന്നെയാണ്. ഞാൻ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ടാൽ നമ്മളൊരു ഉണ്ടോ ആ ബ്ലാക്കിന്റെ ലുക്ക് ശരിക്കും ആ എക്സാക്റ്റ് നമ്മൾ ആ ചെറിയൊരു പ്രിന്റ് പോലെ തോന്നുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പല സ്ഥലത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ആ ഒരു ഭംഗി ശരിക്കും കിട്ടാൻ വേണ്ടി എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. മാക്സിമം സ്പീഡാക്കാൻ നോക്കാം. ബൂട്ടാസ് വരുന്നൊരു ഡിസൈൻ. ബാക്ക് സൈഡും സെയിം ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് സെയിം മൽച്ചന്തേരി കൊടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ഡാർക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തത്. സ്ലീവ് ഇതേപോലെ തന്നെ ഒരു ലേസും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഒരു ഡയബിൾ ആണ് ഇത്, ഡയബിൾ ഫാബ്രിക് ആണ് മൽച്ചന്തേരിയുടെ തന്നെ. അതിനകത്തോട്ട് നമ്മൾ ഇതൊരു സ്റ്റാൻഡേർഡ്, ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് കാണിക്കാൻ കാരണം തന്നെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണെങ്കിലും അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പീസാട്ടോ. ഇതിനകത്തോട്ട് ആ ഒരു ഗോൾഡൻ സെറി കൊണ്ടുള്ള ബൂട്ടാസും പിന്നെ കണ്ടോ ശരിക്കും ഒരു ഹാൻഡ് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. കാണുമ്പം സിമ്പിൾ ആണെങ്കിലും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കുറച്ച് നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ ഒരു സിൽക്കാണ്, ശരിക്കും ഒരു സിൽക്കിന്റെ തന്നെയാണത്. അപ്പം ഇതുപോലെ ഫ്രണ്ട് ഇതേപോലെ നമുക്കിത് ജസ്റ്റ് ഒരു സാമ്പിളിന് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിന്റെ ക്ലോസ് പിക്ക് ഞാൻ കാണിച്ചാൽ ഇതുപോലെയാണ് അതിന്റെ നെക്ക് പാറ്റേൺ വരുന്നത്. സ്ലീവ് ഇതേപോലെ ഇത് കണ്ടോ, സ്ലീവിലോട്ട് ഇതുപോലെ ബൂട്ടാസ് ആണ് വരുന്നത്. രണ്ട് സൈഡും ആ ഒരു ഷൈനിങ് കാണുന്ന ആ കണ്ടോ മൽച്ചന്തേരി തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതേപോലെ ഓക്കെ ഷെയ്ഡ്സ് വരുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു എന്താ പറയുക, ഒരു ഷൈനിങ് ഉള്ള ഒരു സിൽക്കി ഒരു നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. മെറ്റീരിയലിൽ തന്നെ ചെറിയൊരു ഷൈനിങ് വന്നിട്ട് നേരെ കാണുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. അപ്പം താഴോട്ട് നമ്മൾ ഇതുപോലെ പ്ലെയിൻ മൽച്ചന്തേരിയിലുള്ള ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ട്. എന്നിട്ട് യോക്ക് പോർഷനിൽ ഇതേപോലെ ഈ ഒരു സെയിം ഫാബ്രിക്കിലോട്ട് തന്നെ ബൂട്ടാസ് വരുന്ന ഗോൾഡൻ കളർ ബൂട്ടാസ് വരുന്ന ഒരു ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു ബോട്ടനൊക്കെ വിത്ത് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും ആ ഒരു ഡിസൈനർ ഫാബ്രിക് അത് തന്നെ വെച്ചേക്കുന്നത് കണ്ടോ, ആ ഒരു ബൂട്ടാസ് വരുന്നത്